എന്നെ എന്താ പറയാ സ്വന്തം അടുത്തേക്ക് ഈ പിടിച്ച് അടുത്തോട്ട് ചേർത്ത് വെക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടാകുന്ന എനിക്ക് എന്റെ +1 പഠിക്കുന്ന സമയത്താണ്. പറയാണ് അവര് അപ്പം യേശുക്രിസ്തു ഒരൊറ്റ മധ്യസ്ഥനുള്ളൂ. അപ്പൊ ഞാൻ എന്തിനാണ് മാതാവിനോട് ഈ പറയുന്ന ഇത്, കാരണം ഇത് ഞാൻ ആ സ്ത്രീയെ അന്വേഷിച്ച് സാത്താൻ ഇറങ്ങി പുറപ്പെട്ടു. ആ സ്ത്രീയെ അന്വേഷിച്ച് അതായത് അപ്പം സാത്താൻ ആരുമായിട്ടാണ് ശരിക്കും യുദ്ധം ചെയ്യുന്നത്? നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. മുട്ടത്തോട് എന്ന് പറഞ്ഞ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സാധനം ഈ പറയുന്ന നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ഇത്തരം കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാന് എന്റെ +1 പഠിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഞാന് മാതാവിലേക്ക്, അതായത് ഈ പറയുന്ന പോലെ എനിക്ക് മാതാവിനോടൊരു സ്നേഹം കൂടുന്നത് ഞാൻ +1 പഠിക്കുമ്പോഴാണ്. ഇതിനു മുമ്പ് മീൻസ് എന്റെ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്റെ അപ്പനും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കും. എനിക്ക് ഞങ്ങള് 4 മക്കളാണ്. അപ്പം ഞാനാണ് ഏറ്റവും ഇളയത്. അപ്പം 3 പേര് മൂത്തവർ, അവരെല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ ഞാനിങ്ങനെ ഈ 4 മക്കളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തലതെറിച്ച് നടന്ന ഒരാളായിരുന്നു ഞാന്. പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. വീട്ടില് വൈകുന്നേരം കൊന്തയിലും ആ കൂടെ കൊന്തയിലും, അല്ലാതെ മാതാവിനോടൊരു മീൻസ് പ്രത്യേക ഒരു എന്താ പറയാ, അങ്ങനെ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പാലായിലാണ് എന്റെ വീട്. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ അമ്മയുടെ കൂടെ അമ്മ ചെറുപ്പത്തിൽ എന്നെ ലാളംപള്ളിയിൽ നൊവേനയ്ക്ക് കൊണ്ടുപോകായിരുന്നു. എല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് എക്ലെയർ മുട്ടായി വാങ്ങിച്ചു തരും. കാരണം പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അശ്രദ്ധമായിട്ട് നടക്കും. അപ്പൊ ഈ മുട്ടായി ഉണ്ടെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഈ എക്ലെയർ ആയിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്, മാതാവിന്റെ നൊവേന കൂടുന്നത്. പക്ഷെ ഞാൻ എന്താ പറയാ, പിന്നീട് ഞാൻ എപ്പോഴും മീൻസ് അതായത് ചെറുപ്പത്തിൽ വലിച്ച് നിർബന്ധിച്ച് എന്നെ അതായത് ഈ പറയുന്ന മാതാവിന്റെ അടുത്ത് എന്റെ അമ്മ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ വളർന്നു വന്നപ്പോൾ, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നത് എന്റെ +1 ആ ഒരു സമയത്താണ് ഞാൻ ഈ പറയുന്ന പോലെ എന്നെ അമ്മ കൊണ്ടാകാതെ അതായത് എന്നെ ഈശോയുടെ അമ്മ തന്നെ എന്താ പറയാ സ്വന്തം അടുത്തേക്ക് ഈ പിടിച്ച് അടുത്തോട്ട് ചേർത്ത് വെക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടാകുന്ന എനിക്ക് എന്റെ +1 പഠിക്കുന്ന സമയത്താണ്. ആം, എന്താ പറയാ, ജപമാലയുടെ ഒരു സ്നേഹം കൂടി എനിക്ക് കുറെ അനുഭവങ്ങൾ, ജപമാല ചെല്ലുമ്പോൾ കുറെ ഇങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ മാതാവ് തരാൻ തുടങ്ങി. പിന്നീട് ഞാനിങ്ങനെ കൊന്ത ചെല്ലാൻ തുടങ്ങി, കുർബാന, അതായത് റോസാംസ്റ്റിക്കാമാതാവിനോട് എനിക്കറിയില്ല, ഭയങ്കര ആ ഒരു മധ്യസ്ഥം ഞാൻ പ്രത്യേകം യാചിക്കാൻ തുടങ്ങി. എനിക്ക് റോസാംസ്റ്റിക്കാമാതാവിനോട് പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ +1 തൊട്ട് ഇപ്പൊ എനിക്ക് 27 വയസ്സുണ്ട്. അപ്പൊ ഞാൻ 27 വയസ്സാകാൻ പോകുന്നു. അപ്പൊ ഞാൻ +1 തൊട്ട് അതായത് ഒരു ദിവസം മുടങ്ങാണ്ട് ഞാൻ റോസാംസ്റ്റിക്കാമാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. റോസാംസ്റ്റിക്കാമാതാവിന്റെ രൂപം വെച്ചാണ് ഞാൻ എവിടെ പോയാലും, ഞാൻ ഇവൻ കടയിൽ പോയാലും ഞാൻ മാതാവിന്റെ രൂപം വെച്ചാണ് നടക്കുന്നത്. അപ്പം ഇടയ്ക്ക് എപ്പോഴോ വെച്ചിട്ട് എന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. പക്ഷെ ഞാൻ മാതാവിന്റെ രൂപം വിട്ടിട്ടില്ല. റോസാംസ്റ്റിക്കാമാതാവിനെ എപ്പോഴും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇടയ്ക്ക് എപ്പോഴും എന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. അതായത് ഈ ചിന്ത വന്നത്, ഞാനിങ്ങനെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വന്നപ്പം എല്ലാവരും അതായത് ചില സഭാ സമൂഹങ്ങളിലെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ഥിരം അവർ യൂസ് ചെയ്യുന്ന ഒരു വചനമാണ് 1 തിമോത്തി 3:5, സോറി 1 തിമോത്തി 2:5. മനുഷ്യനും ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് മനുഷ്യനായ യേശുക്രിസ്തു. ഇതാണ് ആ വചനം. അപ്പൊ അവർ ഈ വചനം വെച്ചിട്ട് ഇങ്ങനെ പറയാണ്. അപ്പം യേശുക്രിസ്തു ഒരൊറ്റ മധ്യസ്ഥനുള്ളൂ. അപ്പൊ ഞാൻ എന്തിനാണ് മാതാവിനോട് ഈ പറയുന്ന ഇത്, കാരണം ഇത് എന്റെ വിശ്വാസത്തിൽ നിന്ന് എന്നെ വഴുതി പോയില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ഒരു വചനം അതിനകത്തുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിന് മറുപടി ഈ പറയുന്ന പോലെ ഒരു വചനം എന്റെ മനസ്സിലുണ്ട്. എപ്പോഴും ഒരു വചനം എന്റെ മനസ്സിലുണ്ട്. ആ വചനം ഇതാണ്: യേശയ്യ 34-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇതാണ്: കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പം അതായത് നമ്മുടെ സംശയങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം ഈ പറയുന്ന വചനത്തിലുണ്ട്. ഓരോ വചനത്തിനും ഇണ കാണാതിരിക്കുകയില്ല. അപ്പൊ ഈ പറഞ്ഞ വചനത്തിനും ഇണ കാണാതിരിക്കുകയില്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവമേ, ഈ പറയുന്ന മധ്യസ്ഥൻ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ എന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഈശോ തന്ന ഒരു ചിന്തയാണ്. കാരണം ഈ പറയുന്ന സഭാ ഗ്രൂപ്പുകളിലെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇടുക. അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്, എന്തിനാണ് നമ്മൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് ഇവിടെ മറിയത്തിന്റെ ആവശ്യകത എന്താണ്, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കണോ, ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളാ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പം അതിലൊരു എനിക്കറിയാവുന്ന കുറെ വേർഡ് ഓഫ് ഗോഡുകളൊക്കെ പോസ്റ്റ് ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചു.
അതായത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മീൻസ് ഇതൊക്കെ റോങ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ, അതായത് ഏക മധ്യസ്ഥനെ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. അപ്പൊ ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ടോ? അപ്പം അയാൾ പറഞ്ഞു ഉണ്ട്. അപ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതായത് ദൈവത്തിനും മനുഷ്യനും മധ്യേ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരാരാണ്? ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആൾക്കാരാരാണ്? മധ്യസ്ഥൻ ആണ്, മധ്യസ്ഥൻ. അപ്പം അവര് ഈ ഒരു വചനം പറയുകയും ഇവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവർ ആ വചനത്തിനെതിരെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ കിടന്ന് ഉരുളാൻ തുടങ്ങി. അയാൾ കിടന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മറിയത്തോട് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല, നിങ്ങൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല. കാരണം അവരെല്ലാം മരിച്ചുപോയതാണ്. മരിച്ചുപോയ ആൾക്കാർക്ക്, ഭൂമിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ അവരോട് ചോദിച്ചതിന് ഒരു ഉത്തരവ് എനിക്ക് കിട്ടി. കാരണം ഭൂമിയിലെ ആൾക്കാർക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. മധ്യസ്ഥ പ്രാർത്ഥനകളെ പറ്റി, അതായത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പറയുന്നുണ്ട് പൗലോസ്ലീഹ പല സ്ഥലങ്ങളിൽ. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതായത് പൗലോസ്ലീഹ ജനങ്ങളോട് ആവശ്യപ്പെടുവാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പം ഭൂമിയിലെ ആൾക്കാർക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം എന്നതിന്, അതായത് മധ്യസ്ഥരായിരിക്കാം, സ്വർഗത്തിനും ദൈവത്തിനും മധ്യേ നമുക്ക് മധ്യസ്ഥരായിരിക്കാം എന്നതിന്റെ പ്രൂഫായിട്ട് ഈ സ്ലീഹന്മാര് പലപ്പോഴായിട്ട് ജനങ്ങളോട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതായത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥരായിട്ട് നിൽക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാം. ഏലിയ പ്രവാചകൻ മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാർമൽ മലയുടെ മുകളിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഈ പറയുന്ന പോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം മധ്യസ്ഥന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ഒരെണ്ണത്തിന് ഉത്തരം കിട്ടി. നമുക്ക് മധ്യസ്ഥൻ എന്ന് പറയുന്ന ഒരു സംഭവം, മനുഷ്യർക്ക് മധ്യസ്ഥരായിട്ട് നിൽക്കാം, മരിച്ചുപോയവർക്ക് മധ്യസ്ഥരായിട്ട് നിൽക്കാമോ എന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക്, അതായത് ഒരു വചനം എന്റെ മനസ്സിൽ വന്നു. അതായത് ഞാൻ പണ്ടെങ്ങോ കേട്ടൊരു സംഭവമാണ് ഇത്. അതിങ്ങനെയാണ്, യൂദായുടെ നാശം എന്നാണ് ഹെഡിങ്. ഓക്കെ, അതിനകത്ത് ഇങ്ങനെയാണ്, ആ ഒരു ഇതിന് പറയാണ്, കർത്താവ് പറയാണ്, ഏലിയായോ മോശയോ വന്ന് എന്റെ അടുക്കൽ വന്ന് ഈ ജനത്തിന് വേണ്ടി മധ്യസ്ഥം മീൻസ് ഈ ജനത്തെ രക്ഷിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചാൽ പോലും ഞാൻ ഇവരെ സഹായിക്കുകയില്ല. ഈ ഒരു വചനം കറക്റ്റ് എഴുതി വെച്ചേക്കുക. അപ്പൊ ഈ ബൈബിൾ അനുസരിച്ച് മോശയും സാമുവേലും അപ്പൊ ഇവർ രണ്ടുപേരും ബൈബിൾ അനുസരിച്ച് അതായത് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ രണ്ടുപേരും മരിച്ചുപോയ ആൾക്കാരാ. ഇവർ മരിച്ചുപോയ ആൾക്കാര് ദൈവത്തിന് അടുത്ത് വന്ന് മധ്യസ്ഥം യാചിക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്ന, അതായത് ജെറമിയ 15:1 ഈ വചനം പറയുന്നത്. മരിച്ചുപോയ അതായത് മോശയും സാമൂഹ്യം ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും, യൂദയുടെ നാശത്തിന്, അതായത് യൂദയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവര് രണ്ടുപേരും വന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കില്ല, അവർ മരിച്ചുപോയ ആൾക്കാരാ. പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പം അതായത് മരിച്ചുപോയ ആൾക്കാർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പറയുന്ന പോലെ, അപ്പം മരിച്ചുപോയ സ്വർഗത്തിലുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്കല്ല, സ്വർഗത്തിലുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മുടെ കത്തോലിക്ക സഭ, അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, സ്വർഗത്തിലുള്ളവർ മരിച്ചു പോയവർക്ക് അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം, മധ്യസ്ഥനായിരിക്കാം. മരിച്ചു പോയവർക്ക് മധ്യസ്ഥരായിരിക്കാം. ഇനി ബൈബിൾ അനുസരിച്ച് മരിക്കാത്ത രണ്ടുപേരുണ്ട്. അത് ഒന്ന് ഹെനോക്കും ഒന്ന് ഏലിയ പ്രവാചകനുമാണ്. ഹെനോക്ക് എന്താ, ദൈവത്തിന് കൂടെ നടന്നു. പെട്ടെന്ന് ഹെനോക്കിനെ ആരും കണ്ടില്ല, കാരണം ദിവസം കാണാതാകുമായിരുന്നു, ആരും കണ്ടില്ല. ഹെനോക്ക് സ്വർഗത്തിലേക്ക് അതായത് മരിക്കാത്ത രണ്ടുപേരാണ്, ഒന്ന് ഹെനോക്കും ഒന്ന് ഏലിയായും. ഏലിയനെ കൊണ്ടുപോയി, ചുഴലിക്കാറ്റിൽ കൊണ്ടുപോയി. ഈ പറയുന്ന ഹെനോക്കിനെ ദൈവം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ടുപേര്. പിന്നെ നമ്മുടെ കത്തോലിക്ക സഭ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ഒരു വിശ്വാസ സത്യമാണ് മറിയത്തിന്റെ സ്വർഗാരോഹണം. മറിയത്തെ സ്വർഗാരോഹണം ചെയ്ത് മറിയം അതായത് മറിയം സ്വർഗത്തിലേക്ക് പോയി. പിന്നീട് ഞാനിങ്ങനെ, അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും മധ്യസ്ഥനാണ്. അപ്പൊ ഞാനിങ്ങനെ ഈ പറയുന്ന അതായത് ഞാൻ സ്നേഹിക്കുന്ന മാതാവിനെ ഞാൻ ഒരിക്കലും ദൈവമായിട്ടല്ല കാണുന്നത്. മാതാവ് എന്ന് പറയുന്നത് എന്റെ സ്വർഗീയ, അതായത് എന്റെ മമദിസ പേര് മേരി എന്നാണ്. അപ്പൊ ഞാൻ എന്റെ സ്വർഗീയ മധ്യസ്ഥയായിട്ട് കാണുന്ന മാതാവ്. അപ്പൊ ഈ പറയുന്ന ആൾക്ക് എനിക്ക് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ, ഇങ്ങനെ ഞാൻ ഓരോന്നിനും ഉത്തരം കണ്ടെത്തുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനോടുള്ള സ്നേഹം ഇങ്ങനെ കൂടുമായിരുന്നു. അതായത് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കാന്, എനിക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം യാചിക്കാൻ വേണ്ടി എന്താ പറയാ, എനിക്കൊരു അമ്മയുണ്ട്. ഈ ഒരു ഫീലിംഗ് വന്നപ്പോ എനിക്ക് ഒരു മാതാവിനോടുള്ള ഒരു ഭയങ്കര സ്നേഹം അങ്ങോട്ട് കൂടി. എന്നിട്ട് ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ, അതായത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് നീ എപ്പോഴും ഈ രൂപം വെച്ച് നടക്കുന്നത്, എന്തിനാ? കാരണം കുറെ പേരോട് ചോദിച്ചിട്ടുണ്ട്, ഈ രൂപം വെച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഞാൻ എവിടെ പോയാലും ബാഗിൽ എപ്പോഴും ഈ മാതാവിന്റെ രൂപം കാണും. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, മാതാവ്, ഇത് ശരിക്കും ഒരു കല്ലുമണ്ണ് ഉപയോഗിച്ചതാണ്. ശരിക്കും ഈ രൂപം ഉള്ളപ്പോ എനിക്ക് എന്റെ കൂടെ മാതാവുള്ള ഒരു
ഫീലിംഗ് ആണ്. പക്ഷെ ഇതിനൊരു ശകല നേരത്തേക്ക് മിസ്സാകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം മാധവേ, ഞാനിങ്ങനെ ആ ഒരു രൂപത്തെ അല്ലേ, അതായത് ഈ ഒരു സംഭവത്തെ ഞാൻ ഇത്ര സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പം തന്ന ഒരു എനിക്ക് തന്ന ഒരു ഉത്തരമാണ് പഴയ നിയമത്തില് ആഹ് അതായത് ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അതായത് അതായത് എന്താ പറയാ, പേടകം കാണുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ നാമം ധരിക്കുന്ന ഒരു പേടകം. അപ്പൊ ഈ പേടകം എന്ന് പറയുന്നത് എന്താ പറയാ, അതായത് അത് എന്താ പറയാ, തടി കൊണ്ട് ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും മെറ്റൽസിനും ഉണ്ടാക്കിയതാണ്. അപ്പം അതിനകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ പേടകം എന്ന് പറയുമ്പോൾ അതായത് ഒരു മനുഷ്യനിർമ്മിതമായ ഒന്നിലേക്ക് ദൈവ സാന്നിധ്യത്തിന് ഇറങ്ങി വരാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ യു കെ വന്നിട്ട് 10 മാസമാകുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുവേ, ഞാൻ എപ്പോഴൊക്കെ പോകുമ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്ക് ഈ തിരക്കുള്ള ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ശരിക്കും മാധവന്റെ രൂപം ഇങ്ങനെ പുറത്തിടും. ബാഗിന്റെ പുറത്ത് ഞാൻ മാധവന്റെ തലയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറയും, മാധവൻ നമുക്ക് ഒന്നിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എനിക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വളരെ മോശം എന്താ പറയാ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ഈ പറയുന്ന എനിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അതായത് ജപമാല ഭയങ്കര പവർഫുൾ അല്ലേ. അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മൾ ഒരു സാധനത്തിന്, ഒരു ഒബ്ജക്റ്റിന്, ഇപ്പം എല്ലാവരും നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഒരു അച്ഛന്റെ ടോക്ക് ഞാൻ കേട്ടു. ആ അച്ഛൻ പറഞ്ഞേക്കുന്നത്, നമ്മളൊരു ജപമാല അതായത് സ്ഥിരം ചെല്ലുന്ന ഒരു ജപമാലയ്ക്ക് നമ്മൾ പ്രാർത്ഥന വചനമല്ലേ ഉരുവിടുന്നത്. ആ ഒരു ജപമാലയ്ക്ക് ഭയങ്കര പവർ ഉണ്ട്. ഇതേപോലെ തന്നെ മാതാവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ രൂപം ഞാൻ വെക്കുമ്പോൾ അത് ശരിക്കും ദുഷ്ടാരൂപികളെ മാറ്റാൻ ആ ഒരു ഒബ്ജക്റ്റിന് പവർ ഉണ്ട്. കാരണം അതില് ദൈവ സാന്നിധ്യമുണ്ട്, സ്വർഗത്തിന്റെ സാന്നിധ്യം അതിലുണ്ട്. കാരണം നമ്മുടെ വിശ്വാസം വരുമ്പോഴത്തേനും സ്വർഗത്തിന് അവിടെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് ഒരു പവർ ഈ പറയുന്ന പോലെ മറിയത്തിന്റെ ഈ പറയുന്ന മാതാവിന്റെ മാതാവിന്റെ അതായത് എന്താ പറയാ, ഈ പറയുന്ന സ്റ്റാച്ചുകൾ, വിശുദ്ധരുടെ സ്റ്റാച്ചുകൾ എന്തു ആയിക്കോട്ടെ, ഈ പറയുന്ന സംഭവത്തിലേക്ക് ഒരു പവർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ പിന്നീട് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ മാതാവിന്റെ സ്റ്റാച്ചു ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇതൊക്കെ പല സഭാ ഗ്രൂപ്പുകളിൽ വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ വിഗ്രഹാരാധകരാണ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചത് ഈ ഈ പറയുന്ന വാഗ്ദാന പേടകത്തിന്റെ കാര്യമാണ് ഞാൻ അവരോട് ചോദിച്ചത്. കാരണം അവരോട് ഞാൻ ദൈവ സാന്നിധ്യത്തിന്റെ പേടകം, അല്ലെങ്കിൽ സ്വർഗീയ മന്നാ പേടകം. അപ്പൊ ഈ പറയുന്ന പോലെ ഇത് എന്താ പറയാ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവ സാന്നിധ്യം. അതായത് ഈ പറയുന്ന പോലെ ഭൂമിയിൽ ഒന്നിന്റെ രൂപം ഉണ്ടാക്കല് എന്ന് പറഞ്ഞ ഇതേ ദൈവം. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞ വചനമുണ്ട്, ഓരോ വചനത്തിന് ഇണ കാണാതിരിക്കില്ല. അപ്പൊ ഈ ഭൂമിയിൽ ഒന്നിന്റെയും രൂപം ഉണ്ടാക്കല് എന്ന് പറഞ്ഞ ഇതേ ദൈവം പറയുന്നു, ദൈവ സാന്നിധ്യത്തിന്റെ അതായത് ഒരു പേടകം ഉണ്ടാക്കും, അതിൽ ദൈവ സാന്നിധ്യം ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ശരിക്കും ഈ ഒന്നാം പ്രമാണം എന്താ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ പറയുന്ന മറ്റൊരു ദൈവത്തിന്റെ പിന്നാലെ പോകുമ്പോഴാണ് അത് വിഗ്രഹാരാധനയാകുന്നത്. അപ്പം ഈ പറയുന്ന പോലെ എന്താ പറയാ, ബാക്കി നമ്മൾ വിശ്വസിക്കുന്ന എന്താ, നമ്മുടെ ഈ ഒന്നാം പ്രമാണം വിട്ട് ഒന്നാം പ്രമാണം വിട്ട് ഒന്നിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം അതായത് ഈ പിന്നീട് ഞാന് ക്ലബ് ഹൗസിൽ കയറിയിട്ട് കുറച്ച് ഡിബേറ്റ് അല്ല, എന്നെ കൊണ്ടാവുന്ന വിധം ഞാനിങ്ങനെ കുറച്ച് പറഞ്ഞായിരുന്നു. അതിങ്ങനെയാണ്, ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ കാത്തലിക്സും ഈ പറയുന്ന പർട്ടിക്കുലർ ഗ്രൂപ്പുമായിട്ട് നടക്കുന്ന സ്ഥിരം ആ ഒരു ഇതാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ, വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 12 നക്ഷത്രങ്ങൾ ധരിച്ച സൂര്യനെ ഉടയാടിയാക്കിയ ആ സ്ത്രീ പരിശുദ്ധ അമ്മയല്ല എന്ന് പറയുന്നത് ഈ ഒരു സഭാസമൂഹം പറയുന്ന ഒരു സ്ഥിരം കാര്യമാണ്. അന്ന് ഞാൻ ഇവരോട് ചോദിച്ചു, അതായത് ഇതാണ് 33:15, നീയും സ്ത്രീയും തമ്മിലും, അത് സാത്താനോട് ദൈവം പറയുന്ന കാര്യമാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തലയെ തകർക്കും. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചപ്പം ഇവര് പറഞ്ഞു, ആ സ്ത്രീ എന്ന് പറയുന്നത് ഹവ്വയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹവ്വയുടെ മക്കൾ ആരാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ മക്കളാണ് പിശാചിന്റെ തലയെ തകർക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറഞ്ഞു, ഈ സ്ത്രീ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാക്ക് മാത്രമാണ്, അതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. അവരെന്നോട് ആ സ്ത്രീ ആരാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ബൈബിളിൽ ഓക്കെ, നിങ്ങൾ പരിശുദ്ധ കന്യകാമറിയമാണ് ആ സ്ത്രീ എന്ന് സമ്മതിക്കേണ്ട, പക്ഷെ വചനം ഇതാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതികളും അവളുടെ സന്തതിയും തമ്മിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, നീയും സ്ത്രീയും, അപ്പൊ ഈ പറയുന്ന പിശാചും സ്ത്രീയുമായിട്ടൊരു യുദ്ധത്തെ പറ്റി 33:15 പറയുന്നുണ്ട്.
അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചിട്ട് ഇവരെ എനിക്ക് ആൻസർ തന്നില്ല. അപ്പൊ ഞാൻ നമ്മുടെ നേരെ ഉൽപ്പത്തിന്ന് വെളിപാടിലേക്ക് പോയി 12-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് ഈ പറയുന്ന സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെ പറ്റി പറയുന്നത്. എന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, അതായത് ഇവര് മറുപടി പറയുന്ന ഇതാണ്, അതായത് വചനം തുടങ്ങുന്നത് സ്വർഗത്തിൽ ഒരടയാളം കാണപ്പെട്ടു, ഇതാണ് വചനം. അപ്പൊ ഇവര് പറയുന്നത് അത് അടയാളങ്ങളാണ്. അടയാളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പറയാ, ജസ്റ്റ് ഒരു അടയാളം. ഇപ്പൊ കുരിശെന്ന് പറഞ്ഞ രക്ഷയുടെ അടയാളം. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് മാതാവല്ല, അത് എന്തിന്റെ ഒരു അടയാളം, ഇത് മാത്രമാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവരോട് ഞാനിങ്ങനെ ചോദിച്ചു, ഓക്കെ, ഇത് അടയാളമായിരിക്കട്ടെ, എങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. അതായത് ഇതിനകത്ത് പറയുന്നുണ്ട്, ആ സ്ത്രീ ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട് സർപ്പം വാ വിളർന്നു നിന്നു. അത് കഴിഞ്ഞിട്ട് അതായത് ഈ പറയുന്ന ഇത് വചനത്തിൽ പറയുന്നുണ്ട്, ആ കുഞ്ഞാണ്, അതായത് അവനാണ് ഇരുമ്പ് തണ്ടുകൊണ്ട് ലോകത്തെ വിധിക്കാനുള്ളവൻ എങ്കിൽ ഭരിക്കാനുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഇവരോട് ഞാൻ ചോദിച്ചു, ഇരുമ്പ് തണ്ടുകൊണ്ട് ലോകത്തെ വിധിക്കാനുള്ളവൻ ആരാണ്? അതായത് ഭൂമിയിൽ ന്യായവിധി നടത്തുന്നത് ആരാണ്? യേശയ്യയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, അവൻ ന്യായവിധി നടത്തും. അപ്പൊ ഈ പറയുന്ന പോലെ അതായത് ഈ പറയുന്ന ലോകത്തെ വിധിക്കാനുള്ളത് ആരാണ്? ഈ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തെ വിധിക്കാനുള്ളവൻ. വിധി നടത്തുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ ഈ പറയുന്ന ലോകത്തെ വിധിക്കാനുള്ളവനെ പ്രസവിച്ച സ്ത്രീ എന്ന് പറയുന്നത് ആരാണ്? പരിശുദ്ധ കന്യാമറിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ ഈ ക്ലബ് ഹൗസ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ്. ഞാൻ ആ ക്ലബ് ഹൗസ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ്. എനിക്ക് ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവര് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്കതൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്കി പറയുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഇവര് എന്നെ മ്യൂട്ട് ചെയ്യുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ പറയുന്നൊന്നും ഇവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവസാനം ഇവര് പറയുന്നത് എനിക്ക് കേൾക്കാം. ഇവർ പറയുന്ന ഇതാണ്, ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അതായത് കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ എന്തിനാണ്, അപ്പൊ മാതാവാണെങ്കിൽ എന്തിനാ ഓടിപ്പോയത്? ഈശോയുടെ അമ്മയല്ലേ? ഈശോയുടെ അമ്മയാണെങ്കിൽ എന്തിനാ ഓടിപ്പോയത്? ഓടിപ്പോണ്ട ആവശ്യം എന്താ? പ്രസവിച്ചു കഴിഞ്ഞാൽ, അതായത് ഈശോയുടെ കൂടെ എപ്പോഴും ഉള്ളതല്ലേ, സഹരക്ഷകയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഓടിപ്പോയത് എന്നും പറഞ്ഞിട്ട് അവരവിടെ നിർത്തുക. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ നിന്ന് ഇറങ്ങി വരുന്നു. കാരണം ഞാൻ പറയണതൊന്നും അവർക്ക് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി ഞാൻ പറയാം. ഈ വചനത്തിന്റെ താഴെ പറഞ്ഞേക്കുക, ആ സ്ത്രീയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ദൈവം ക്രമീകരിച്ചു ആ സ്ത്രീയെ സംരക്ഷിക്കാൻ. ആ സ്ത്രീയുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യമാണ്, ആ സ്ത്രീയെ അന്വേഷിച്ച് സാത്താൻ ഇറങ്ങി പുറപ്പെട്ടു. ആ സ്ത്രീയെ അന്വേഷിച്ച് അതായത് അപ്പം സാത്താൻ ആരുമായിട്ടാണ് ശരിക്കും യുദ്ധം ചെയ്യുന്നത്? പരിശുദ്ധ കന്യാമറിയുമായിട്ടാണ്. അപ്പൊ ഈ പറയുന്ന സർപ്പത്തിന്റെ തല തകർത്ത സ്ത്രീ എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന നമ്മള് ആ സ്ത്രീ അന്വേഷിച്ച് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാത്താൻ യുദ്ധം ചെയ്യുന്നത് ഈ ഉൽപ്പത്തി 3:15 പറയുന്ന ഈ സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമറിയുമാണ്. കാരണം വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം ഇതാണ്, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. നമ്മള് കത്തോലിക്ക സഭയുടെ വിശ്വാസം എന്താണ്? മറിയം എന്ന് പറയുന്നത് വിശ്വാസികളുടെ മാതാവാണ്. അല്ലെങ്കിൽ നമ്മുടെ അതായത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ, ത്രൂ മേരി ടു ജീസസ്, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്. അപ്പം സാത്താൻ ഏറ്റവും കൂടുതൽ നോട്ടം ഇട്ടേക്കുന്ന പരിശുദ്ധ അമ്മേനെ ആണെങ്കിൽ, സാത്താൻ ഏറ്റവും കൂടുതൽ നോട്ടം ഇട്ടേക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ, അല്ലെങ്കിൽ ഈ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് വളരാൻ ഈ പറയുന്ന എന്താ പറയാ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് വളരാൻ നോക്കി നിൽക്കുന്നവരെ, ജപമാല ചൊല്ലുന്നവരെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് ദൈവജനത, ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരെ എന്ന് പറയുന്ന അതായത് എന്താ പറയാ, പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മളുമായിട്ട് യുദ്ധം ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ സംരക്ഷണത്തിന് ഇവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ്. കാരണം ഈ പറയുന്ന സാത്താൻ ഇറങ്ങി തിരിച്ചത് ഈ പരിശുദ്ധ അമ്മേനെ തപ്പിയാണ് സാത്താൻ ഇറങ്ങി തിരിച്ചത്. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന വചനം ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഇവർക്ക് എനിക്ക് എന്താ പറയാ, ഞാൻ ഇവരോട് പറയുന്നുണ്ട്, ഈ പറയുന്ന പ്രൂഫാണ് ഈ 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അവളുടെ സന്താനങ്ങളെ അതായത് എന്താ പറയാ, അന്വേഷിച്ചിറങ്ങിത്തിരിക്കുന്ന ഒരു സർപ്പത്തെ നമുക്ക് ഈ പറയുന്ന 12-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. കുറെ സഭാസമൂഹങ്ങൾ മറിയത്തെ മുട്ടത്തോടൊന്ന് ഉപമിക്കുന്നുണ്ടെങ്കിൽ, ആരാണ് യഥാർത്ഥ മുട്ടത്തോടുകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, മുട്ടത്തോട് എന്ന് പറഞ്ഞ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സാധനം. അപ്പൊ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചതെല്ലാം ഈ പറയുന്ന പോലെ
ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സാധനത്തോട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വലിയ യുദ്ധം നടക്കുക, ചത്ത് കിടക്കുന്ന ഡെഡ് ബോഡിയോട് ആരെങ്കിലും കിടന്ന് വീണ്ടും കിടന്ന് കുത്തിക്കൊണ്ട് യുദ്ധം ചെയ്യോ, ഞാൻ നിന്നെ കൊല്ലും, ഞാൻ നിന്നെ കൊല്ലും, യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവത്തോട് ആരെങ്കിലും കിടന്ന് യുദ്ധം ചെയ്യോ? ഇതേപോലെ തന്നെ പരിശുദ്ധ അമ്മ യൂസ്ലെസ് ആണ് എങ്കിൽ ഈ പറയുന്ന പിശാച് എന്തിനാണ് ഈ പറയുന്ന പരിശുദ്ധ അമ്മയുമായിട്ട് ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്? ഞാൻ പറയുന്നത് മറ്റ് സഭാ സമൂഹങ്ങളിലല്ല, കാത്തലിക് ചർച്ചിലെ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം നമ്മൾ ഭയങ്കര ഇതാണ്. ഈ പറയുന്ന വചനത്തിൽ നമ്മൾ നീ സ്ത്രീ നമ്മൾ നിന്റെ സന്തതിയിലും ഈ പറയുന്ന പോലെ ഈ നീ സ്ത്രീ സാത്താൻ ഒരു മുട്ടത്തോടിനോട്, ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സംഭവത്തിനോട് സാത്താൻ യുദ്ധം ചെയ്യുവോ? സാത്താൻ എന്താ പൊട്ടനാണോ? സാത്താൻ ഭയങ്കര ബുദ്ധിശാലിയല്ലേ? അങ്ങനെ പറഞ്ഞോണ്ടില്ല ഈ പറയുന്ന ലൂസിഫർ എന്ന് പറയുന്നത് ഭയങ്കര പ്രകാശത്തിന് പുത്രൻ. ഇത്ര ഭൂമിയിലോട്ട് വന്നത് പുള്ളി പൊട്ടത്തരം കാണിക്കാനാണോ വന്നത്? അല്ല, ഈ പറയുന്ന പരിശുദ്ധ അമ്മയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സാത്താൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൂഫ് വചനത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്താ പറയാ, നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ പോയിട്ട് അവരോട് തല്ലുകൂടണം അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വട്ടായലച്ചൻ പറയുന്ന ഒരു കാര്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചതാ. കാരണം നമ്മുടെ ഇടയിൽ ഇപ്പം അവസാന നാളുകളിൽ പിശാച് പോലും ദൈവദൂതന്റെ വേഷം ധരിച്ചെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ നമ്മുടെ അതായത് ഡൊമിനിക് വാളമനോസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ ഉള്ളില് ഈ പറയുന്ന ഇത്തരം കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെല്ലാത്തിനും ഉത്തരം ബൈബിള് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും അതേ വ്യതിചലിക്കുന്നു എന്ന് തോന്നിയാൽ അതിന് ഉത്തരം തപ്പിപ്പോകേണ്ടത് ഈ പറയുന്ന സഭാ സമൂഹങ്ങളിലല്ല, നമ്മൾ നിലനിൽക്കുന്ന കത്തോലിക്ക സഭയിൽ അതിന്റെ ഉത്തരവുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പുള്ളി, അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു പുള്ളി എന്നോട് പറഞ്ഞു, മറിയം മരിച്ചു എന്നാണ് നിങ്ങളുടെ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ പറയുന്നത്. പുള്ളി എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു. ഞാനപ്പം നമുക്ക് എന്താ പറയാ, നമുക്ക് വാട്സപ്പിൽ ഒരു മെറ്റ എ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ആ നിമിഷം തന്നെ ഈ പറയുന്ന ഈ പുള്ളി പറഞ്ഞ ഇതേ കോട്ട് ഞാൻ CCCയുടെ കോട്ട് ഞാൻ മെറ്റ എയിൽ അടിച്ചു കൊടുത്തു. ഞാൻ എന്നിട്ട് ഈ പുള്ളിയോട് പറഞ്ഞു ഇതാണല്ലോ സംഭവം. അപ്പം പുള്ളിക്ക് പിന്നെ തിരിച്ചു പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിതാണ്, നമുക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിവുള്ള ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞത് ചില വേർഡ് ഓഫ് കോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ മീൻസ് അതാണ് ഈ വചനം നമ്മുടെ സമീപത്തുണ്ട്, അത് നിന്റെ അതരത്തിലുണ്ടെന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ വചനത്തെ അന്വേഷിച്ച് പോകുമ്പോൾ ഇതിന് ഉത്തരം നമുക്ക് കിട്ടും. ഈ ജീവജലത്തിന്റെ അരുവികൾ പുറപ്പെടുന്നത് ഈ പറയുന്ന, അല്ലെങ്കിൽ അറിവിന്റെ ആ ഒരു ഇത് പുറപ്പെടുന്നത് ഈ വചനത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ തപ്പി പോകേണ്ട ഈ പറയുന്ന എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. അതിനുള്ള ഉത്തരം നമുക്ക് അങ്ങോട്ടേക്കുണ്ട്.